അത്രമേൽ വിശുദ്ധമാ, അത്രമേൽ അഗാധമാ, അത്രമേൽ സ്വയം സമർപ്പിതയായി സ്നേഹിക്കാൻ. സ്നേഹത്തിന്റെ കുറുക്ക് വഴികളിലൂടെ വിശ്വാസത്തിന്റെയും വിശുദ്ധിയുടെയും പടവുകൾ കീഴടക്കിയ കൊച്ചു വിശുദ്ധ. ക്രിസ്തുവിനെ പോലെ സ്നേഹത്തിന് മുൻപിൽ തോറ്റു കൊടുക്കുവാനും സ്നേഹപ്രവർത്തികളിലൂടെ വിശ്വാസത്തെ കണ്ടുമുട്ടുവാനും പഠിപ്പിച്ച കുഞ്ഞു റോസാപ്പൂവ്. സ്നേഹത്തിന്റെ വാനമ്പാടി, സ്നേഹിച്ച് സ്നേഹമായി മാറിയവൾ. അതെ, ലിസ്യോലെ മാലാഖ വിശുദ്ധ കൊച്ചു ത്രേസ്യ. 1773 ജനുവരി 2 ലൂയിസിലെ ദമ്പതികളുടെ നവസൂനമായി അവൾ ജനിച്ചു. അവൾക്ക് 4 വയസ്സുള്ളപ്പോൾ അവളുടെ അമ്മ ദൈവസന്നിധിയിലേക്ക് യാത്രയായി. എന്റെ ദൈവവിളി സ്നേഹമാണെന്ന് തിരിച്ചറിഞ്ഞ അവൾ 15-ാം വയസ്സിൽ കർമ്മലീത്ത മഠത്തിൽ ചേർന്നു. അടുക്കള മുതൽ അൾത്താര വരെ നമ്മൾ നുണയുന്ന സ്നേഹത്തിന്റെ മധുരം അവരിലേക്ക് പകരാൻ പാടുപെടുന്ന ഈ കാലഘട്ടത്തിൽ ആശ്രമത്തിന്റെ വലിയ മതിൽക്കെട്ടിനുള്ളിൽ കേവലം 24 വർഷം ജീവിച്ചുകൊണ്ട് ലോകത്തെ മുഴുവൻ അവൾ സ്നേഹം കൊണ്ട് കീഴടക്കി. വിശുദ്ധ പൗലോസ്ലീഹ വാക്കുകൾ അനർത്ഥമാക്കുന്നത് പോലെ, ഞാൻ മനുഷ്യരുടെയും ദേവദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോയാണ്. അധ്യാത്മിക ശിഷ്യത്വമാണ് എന്റെ കുറുക്ക് വഴിയെന്ന് ഉറക്കെ പറഞ്ഞ വിശുദ്ധ കൊച്ചു ത്രേസ്യ, ശിശുക്കളെ പോലെ ആയിരിക്കുക, അവരെ പോലെ സ്നേഹിക്കുക എന്ന സ്നേഹത്തിന്റെ വലിയൊരു പാഠം നമ്മെ പഠിപ്പിക്കുന്നു. വിശുദ്ധ പോൾ 11-ാം പിയൂസ് മാർപ്പാപ്പ വിശുദ്ധിയെ പറ്റി ഇപ്രകാരം പറഞ്ഞു വെച്ചു: ലോകത്തിന്റെ മുഴുവൻ വാത്സല്യപുത്രിയും അധ്യാത്മിക ജീവിതത്തിന്റെ ഗുരുഭൂതയും പരിശുദ്ധ സിംഹാസനത്തിൽ എന്നെ നയിക്കുന്ന നക്ഷത്രവും ദൈവത്തിന്റെ പ്രത്യേക വചനവുമാണ് വിശുദ്ധ കൊച്ചു ത്രേസ്യ എന്ന സ്നേഹത്തിന്റെ വെള്ളിപ്രാതം. സ്നേഹമാണ് വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ ആധ്യാത്മികതയുടെ അടിസ്ഥാന പ്രമാണം. ദൈവത്തിന്റെ സ്നേഹം കൊണ്ട് തന്നെ അവിടുത്തെ സ്നേഹിച്ച് അപ്പസ്തോലിക സ്നേഹത്താൽ അവൾ ജ്വലിച്ചു. ക്രിസ്തുവിലൂടെയാണ് വിശുദ്ധ കൊച്ചു ത്രേസ്യ പരിശുദ്ധ ത്രിത്വത്തിലേക്കും സ്നേഹത്തിന്റെ അധ്യാത്മത്തിലേക്കും കരുണാർദ്രമായ സ്നേഹത്തിന്റെ ജ്വാലയിലേക്കും പോയത്. വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ അവസാന വാക്കുകൾ നമുക്ക് ജീവിതത്തിലും പ്രാവർത്തികമാക്കാം. എന്റെ ദൈവമേ, അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. വിശുദ്ധർ ഒരിക്കലും മരിക്കുന്നില്ല. നമ്മുടെ പ്രതീക്ഷയായി നമ്മുടെ ഉള്ളിൽ എന്നും ജീവിക്കുന്നു. ദൈവത്തിന്റെ മുഴുവൻ സ്വരമായി, വചനമായി, നിത്യരക്ഷയിലേക്കുള്ള മാർഗമായി വിശുദ്ധ കൊച്ചു ത്രേസ്യ ഇന്നും സ്വർഗത്തിൽ ഇരുന്നുകൊണ്ട് 1000 റോസാപ്പൂക്കൾ ഭൂമിയിലേക്ക് വർഷിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്രയും പറഞ്ഞ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.